മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 3 ദിവസം SIT കസ്റ്റഡിയിൽ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. ഈ മാസം 15 വരെയാണ് കസ്റ്റഡി കാലാവധി. രാഹുലിന്റെ ജാമ്യാപേക്ഷ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 16-ാം തീയതി പരിഗണിക്കും. മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ ആവശ്യപ്പെട്ടത് പ്രകാരം 3 ദിവസത്തേക്കാണ് രാഹുൽ മാങ്കൂട്ടത്തെ SITയുടെ കസ്റ്റഡിയിൽ വിട്ടത്. തിരുവല്ല ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. ഈ മാസം 15 വരെ രാഹുൽ SITയുടെ കസ്റ്റഡിയിൽ തുടരും. 16-ന് രാഹുൽ മാങ്കൂട്ടലിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കും. അറസ്റ്റ് നിയമവിരുദ്ധമാണെന്നും നടപടിക്രമങ്ങൾ പാലിച്ചില്ലെന്നും രാഹുൽ മാങ്കൂട്ടലിന്റെ അഭിഭാഷകൻ കസ്റ്റഡി അപേക്ഷയെ എതിർത്ത് വാദമുന്നയിച്ചു. അറസ്റ്റിനുള്ള കാരണങ്ങൾ പ്രതിയെ ബോധ്യപ്പെടുത്താനായില്ല. ഭരണഘടനാവകാശ ലംഘനമുണ്ടായെന്നും അറസ്റ്റിൽ 2 സാക്ഷികളുടെ സാന്നിധ്യമുണ്ടാകണമെന്ന ചട്ടം പാലിച്ചില്ലെന്നും രാഹുൽ വാദമുയർത്തി. തന്നെ പൊതുവിടത്തിൽ പ്രദർശിപ്പിക്കാൻ ശ്രമമുണ്ടെന്നും രാഹുൽ കോടതിയെ അറിയിച്ചു. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കണ്ടെടുക്കാനായി കസ്റ്റഡിയിൽ രാഹുലിനെ വേണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം. പാലക്കാട് എത്തിച്ചും തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അന്വേഷണവുമായി രാഹുൽ സഹകരിക്കുന്നില്ല. കൂടാതെ അതിജീവിതയുടെ നഗ്നദൃശ്യങ്ങൾ പകർത്തിയ രാഹുൽ മാങ്കൂട്ടലിന്റെ മൊബൈൽ ഫോൺ കണ്ടെടുക്കണം. അതിജീവിതയും രാഹുലും തമ്മിൽ നടത്തിയ ചാറ്റുകൾ വീണ്ടെടുക്കണമെന്നും SIT കസ്റ്റഡി അപേക്ഷയിലൂടെ ആവശ്യപ്പെട്ടു. കസ്റ്റഡി കാലാവധി അവസാനിക്കുന്ന 15-ന് വീണ്ടും SIT സംഘം രാഹുലിനെ കോടതിയിൽ ഹാജരാക്കും. ജനം, കൊച്ചി.